പാകിസ്ഥാനെതിരെ ചാവേറായി പ്രവർത്തിച്ച വനിതകളുടെ ഞെട്ടിക്കുന്ന ചില വീഡിയോകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ കാട്ടുതീ പോലെ തന്നെ പ്രചരിക്കുന്നത്. പാകിസ്ഥാനെ കടുത്ത ഭാഷയിൽ പരിഹസിക്കുന്നതാണ് ഈ വീഡിയോയിലുള്ളത്. പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച ബലൂചിസ്ഥാനിൽ സായുധ പോരാട്ടം ഇപ്പോൾ വലിയ രീതിയിൽ ശക്തമാവുകയാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയ ഏകോപിത ആക്രമണങ്ങളിലാകട്ടെ പാക് സൈന്യം അക്ഷരാർത്ഥത്തിൽ തന്നെ പകച്ചുപോയിരിക്കുകയാണ് എന്നതിനാണ് ഇപ്പോൾ ഈ വീഡിയോ വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ വൈറലായ വീഡിയോ സൂചിപ്പിക്കുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് വീഡിയോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. പാകിസ്ഥാന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ നേരിടാൻ ശേഷിയില്ല, അവർക്ക് ഭയമാണ്. ബലൂച്ച് സ്ത്രീകളെ നേരിടുന്നത് എത്ര ബുദ്ധിമുട്ടാണ് എന്നത് ഇന്ന് അവർക്കറിയാം എന്നതാണ് ഈ ഒരു യുവതി ആ ഒരു വീഡിയോയിലൂടെ പറയുന്നത് എന്നതാണ് പരിഹാസ രൂപേണ തന്നെ പാകിസ്ഥാനെ ഇത്തരത്തിൽ പരിഹസിക്കുന്നത് എന്നതാണ് എടുത്തു കാണിക്കുന്നത്. നിസ്സാരക്കാരായ സാധാരണക്കാരെയും സ്ത്രീകളെയും പീഡിപ്പിക്കാൻ മാത്രമേ പാക് സൈന്യത്തിന് അറിയാവൂ എന്നതാണ്. മാത്രമല്ല, തങ്ങളെ നേരിടാൻ അവർക്ക് യാതൊരുവിധ ധൈര്യവുമില്ല എന്നും വീഡിയോയിലുള്ള വനിത അവിടെ, അതായത് ഈ വനിതാ ചാവേർ പരിഹസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ നേരിടാൻ പോകുന്നത് ബലൂചിസ്ഥാനിലെ പെൺകരുത്തിനെയാണ് എന്നും ഞങ്ങളെ നേരിടുക എന്നത് എത്രത്തോളം കഠിനമാണ് എന്നത് നിങ്ങൾക്ക് ഇനി മനസ്സിലാകുമെന്നും അവർ ചിരിച്ചുകൊണ്ട് ഒരു തോക്ക് പിടിച്ചുകൊണ്ടാണ് ഈ യുവതി ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നത്. പാക് സൈനിക താവളത്തിന് നേരെ തുരുതുര വെടിയുതിർക്കുന്ന ദൃശ്യങ്ങളും ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം രാത്രി ആരംഭിച്ച ആക്രമണത്തിൽ 17 സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 50 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിന് മറുപടിയായി തന്നെ പാക് സൈന്യം നടത്തിയ 40 മണിക്കൂർ നീണ്ട ഓപ്പറേഷനിൽ 140-ലധികം ഭീകരരെ വധിച്ചതായി തന്നെ ബലൂചിസ്ഥാൻ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന് അല്ലെങ്കിൽ അവർ സ്വയം വരുത്തി വയ്ക്കുന്ന വിന അത് തിരിച്ചടിയാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ബലൂചിസ്ഥാനിൽ കാണാൻ സാധിക്കുന്നത്. സ്വന്തം ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനോ അവരെ വലിയ രീതിയിൽ ദ്രോഹിക്കാനായി തന്നെ തോക്കിൻ മുനയിൽ അടിച്ചമർത്താൻ നോക്കുകയാണിപ്പോൾ പാകിസ്ഥാൻ ചെയ്യുന്നതെന്നും ഈ ചാവേർ വനിത വലിയ ഭീഷണിയായി തന്നെ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ദശകങ്ങളായി തന്നെ പാക് സൈന്യത്തിന്റെ ക്രൂരതകൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും ഇരയായ ബലൂച്ച് ജനത ഇപ്പോൾ സായുധ വിപ്ലവത്തിന്റെ ഒരു പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ചൈനയുടെ കടന്നുകയറ്റം പാക് ഭരണകൂടത്തിന്റെ ആ ഒരു വിഭവക്കൊള്ളയും ബലൂചിസ്ഥാനെ ഒരു അഗ്നിപർവ്വതമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. ആഗോളതലത്തിൽ ഒറ്റപ്പെട്ട പാകിസ്ഥാൻ ആകട്ടെ ആഭ്യന്തര ആ ഒരു കലാപങ്ങൾ അത് തകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കയ്യിൽ വലിയ തോക്കുമായി തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിലെ പുരുഷന്മാരോട് ഈ സ്ത്രീകൾ, ഈ ചാവേർ വനിതകൾ സംസാരിക്കുന്നതാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ 17 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ തന്നെ 50 പേർ ഇവിടെ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിന് മറുപടിയായി 140 ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അംഗങ്ങളെ പാകിസ്ഥാൻ സുരക്ഷാ സേന 40 മണിക്കൂർ നീണ്ട പോരാട്ടത്തിൽ വധിച്ചതായി തന്നെ ബലൂചിസ്ഥാൻ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.